മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു മ്യൂട്ടഡ് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയും തന്നെയാണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റുകൾക്ക് അവധിയാണ്. മറ്റു മാർക്കറ്റുകളെല്ലാം ട്രേഡ് ചെയ്യുന്ന ഒരു മിക്സഡ് സെൻറ്റിമെൻറ്റിലാണ്. അതോടൊപ്പം തന്നെ ലിഥിയം മൈനിങ് കമ്പനികളുടെ ഷെയർസ് ഇന്ന് ബെറ്റർ ആയിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ചൈനയിലെ പ്രമുഖ ലിഥിയം മൈനിങ് കമ്പനി 3 മാസത്തേക്ക് പ്രൊഡക്ഷൻ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓസ്ട്രേലിയയിലും ഇത്തരത്തിലുള്ള മൈനിങ് കമ്പനികളുടെ സ്റ്റോക്കുകൾ ഇന്ന് ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ മറ്റ് കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഫ്യൂച്ചേഴ്സ്, കോമേഴ്സ് ഗോൾഡ് ഫ്യൂച്ചേഴ്സ് ഇന്ന് മോർണിംഗിൽ അറൗണ്ട് $45 താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ അമേരിക്ക സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള ഗോൾഡ് ഇമ്പോർട്ടിന്മേൽ താരിഫ് ഏർപ്പെടുന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു. ആ ന്യൂസിന് ശേഷം വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് അമേരിക്കയിൽ ഗോൾഡ് ഫ്യൂച്ചേഴ്സിലുണ്ടായിരുന്നത്. പക്ഷേ അമേരിക്കൻ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ഡിസിഷൻ എടുത്തിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. വ്യക്തതയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് വിപണി. അതോടൊപ്പം തന്നെ സ്പോട്ട് ഗോൾഡ് ഇന്ന് മോർണിംഗിൽ മൈനർ ലോസോട് കൂടിയാണെന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. $3,383 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരുന്ന $3,397.6 പെർ ഔൺസിനായിരുന്നു. മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ ഇന്ന് മോർണിംഗിൽ വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിലത്തെ ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഒഴികെ മറ്റെല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരുന്നത്. നമ്മളെ സംബന്ധിച്ച് അമേരിക്ക ഇമ്പോസ് ചെയ്തിട്ടുള്ള അഡീഷണൽ താരിഫ് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിലൊരു വൊളാറ്റിലിറ്റിയും അതുപോലെ തന്നെ സെൽ ഓഫ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച വലിയ രീതിയിലുള്ള തകർച്ചയാണ് അപ്പാരൽ രംഗത്തുള്ള കമ്പനികൾ നേരിട്ടത്. ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിലും ചെറിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി സ്റ്റോക്കുകൾ വീണ്ടും കാണാനുള്ള സാധ്യതകളുണ്ട്. ഡൊമസ്റ്റിക് കൺസംഷൻ ഡ്രിവൺ സ്റ്റോക്കുകളായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സെൽ ഓഫിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നത്. ഒപ്പം നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ആഴ്ച വരാൻ പോകുന്ന Q1 റിസൾട്ടുകൾ തന്നെയായിരിക്കും മേജറായിട്ടുള്ള ഒരു ഇവൻ്റായിട്ട് മാറാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ആഴ്ച 2000-ലധികം കമ്പനികളുടെ Q1 റിസൾട്ടുകൾ വരുന്നുണ്ട്. ഈ കമ്പനികളുടെ റിസൾട്ടുകൾ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണെങ്കിൽ അതിൻ്റേതായൊരു പോസിറ്റീവ് ഇമ്പാക്റ്റൊക്കെ അതാത് സ്റ്റോക്കുകളിൽ ഉണ്ടായേക്കാം. പക്ഷേ ഇതുവരെ പുറത്തു വന്നുള്ള റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൂടി നമ്മുടെ മാർക്കറ്റിലുണ്ട്. ഒപ്പം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ NSEയിൽ കഴിഞ്ഞ ആഴ്ച ലിസ്റ്റ് ചെയ്തിരുന്ന അറൗണ്ട് 67% ഗെയിനാണ്, ലിസ്റ്റിംഗ് ഗെയിനാണ് ലഭിച്ചിട്ടുള്ളത്. ലോങ് റണ്ണിൽ ഈ സ്റ്റോക്ക് വീണ്ടും നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ലോട്ടസ് ഡെവലപ്പേഴ്സ് ആൻഡ് റിയാലിറ്റി ലിമിറ്റഡ് നല്ല പ്രീമിയത്തോടു കൂടിയാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒപ്പം മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ആർമി ചീഫ് അമേരിക്കയിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കെതിരായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ന്യൂക്ലിയർ ത്രെട്ടാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അവരുടെ സംസ്കാരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് വരാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ NVIDIA, AMD കമ്പനികൾ ചൈനയിൽ നിന്നുള്ള റവന്യൂവിൻ്റെ 15% US ഗവൺമെൻറ്റിന് കൊടുക്കാൻ എന്നുള്ള ധാരണയായിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും ഓഗസ്റ്റ് 12 മുമ്പ് US ചൈന താരിഫ് റിലേറ്റഡ് ഡിസിഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു ഡിസിഷനാണിത്. ഒപ്പം നമ്മൾ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഈ ആഴ്ചയിൽ ഓപ്പൺ ചെയ്യുന്ന IPOയിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന റീഗാൽ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. 102 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. നല്ലൊരു സ്റ്റോക്കാണ്. മെയ്സ് കൾട്ടിവേഷൻ അതുപോലെ തന്നെ റിലേറ്റഡ് പ്രോഡക്റ്റ്സ് ആക്ടിവിറ്റീസിലുള്ളൊരു കമ്പനിയാണ്. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. വളരെ കോഷ്യസ് ആയിരിക്കുക. വീണ്ടും ഒരു മൈനർ വൊളാറ്റിലിറ്റി ഒക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ വരാനുള്ള സാധ്യതകളുണ്ട്. അതേസമയം FMCG സെയിൽസ് ഡാറ്റ വന്നിട്ടുണ്ട് ജൂലൈ മാസത്തെ. ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. അപ്പോൾ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ ഒരു പക്ഷേ പിടിച്ചു നിൽക്കാൻ പോകുന്ന FMCG സ്റ്റോക്കുകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു മിക്സഡ് റിയാക്ഷൻ നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കും. അതേസമയം എക്സ്പോർട്ട് ഓറിയൻറ്റഡ് കമ്പനികൾ, പ്രത്യേകിച്ച് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് നടത്തുന്ന കമ്പനികളുടെ സ്റ്റോക്കുകൾ വീണ്ടും ചെറിയ രീതിയിലുള്ള ഒരു വൊളാറ്റിലിറ്റി ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കിറ്റെക്സ് മാത്രമാണ് വലിയ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അമേരിക്കൻ മാർക്കറ്റിൽ നിന്ന് അവർ ഡൈവേഴ്സിഫൈ ചെയ്യാൻ പോവാണ്. ഇന്ത്യയിലെ ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്കും കൂടി എൻ്റർ ചെയ്യാൻ പോകാനുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇത്തരത്തിലുള്ള ഡിസിഷൻസ് അതാത് കമ്പനികൾക്ക് ലോങ് റണ്ണിൽ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. വളരെ
കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക, വൊളാറ്റിലിറ്റി ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. വേസ്റ്റ് കേസ് സിനാരിയോയിൽ ഞാൻ ഇന്നലെ സൂചിപ്പിച്ച പോലെ നിഫ്റ്റി 24,000 23,700 വരെയൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.